നമ്മൾ ഡെക്കോർ ഡിസൈൻ തന്നെ ഡിസൈൻ ചെയ്ത് ഇന്റീരിയർ ചെയ്തൊരു വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുപോലെ കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരായിട്ട് രാവിലെ എണീറ്റ് വരുമ്പോൾ കാല് ഹിറ്റ് ചെയ്തിട്ട് ഇഞ്ചുറി പറ്റാന്ന് പറയാറുണ്ട് ഇന്റീരിയറിൽ. അത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇവിടെ സ്റ്റഡി ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇരുന്ന് ഇങ്ങനെ ഹിറ്റ് ചെയ്താലൊന്നും, അല്ലെങ്കിൽ ബുക്ക് വായിക്കുകയാണെങ്കിൽ മൊബൈൽ നോക്കുകയാണെങ്കിലൊന്നും ഒരു അപകടം വരാത്ത രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. 3 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഓരോ കുട്ടികൾക്കും ഓരോ ഷെൽഫ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ വീട്ടിലെ ബെഡ്റൂമുകളിലെല്ലാം നമ്മൾ ഇതേ ഒരു ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പാരൻസിനുള്ള റൂം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കളർ സ്കീമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും ഇതൊരു വലിയ എലമെന്റ് ആണ്. ഈ ഒരു എലമെന്റ് മാക്സിമം നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ക്ലോസ് വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ഹായ് ഫ്രണ്ട്സ്, വീട് ഇന്റീരിയർ ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ആശങ്കകളും ഉണ്ടാവും. നമ്മൾ ഡെക്കോർ ഡിസൈൻ തന്നെ ഡിസൈൻ ചെയ്ത് ഇന്റീരിയർ ചെയ്തൊരു വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെ, വേങ്ങരയിലെ ഇബ്രാഹിം ഖാൻ്റെ വീട്. ഇബ്രാഹിം ഖാക്ക് ഒരുപാട് സംശയങ്ങളും ഒരുപാട് ആശങ്കകളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതുപോലെ സ്റ്റെയർ വരുമ്പോൾ അതിൻ്റെ കവറിങ് കോംപ്ലിക്കേഷൻ ഇതെല്ലാം സോൾവ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത വീടാട്ടോ. ഈ ഒരു ഡിസൈനിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞാൽ എനിക്ക് ഇത് തന്നെയാണ്. ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു ഈ ഒരു ഡിസൈൻ ഇവിടെ എങ്ങനെ കൊടുക്കും എന്നുള്ളത്. അത് ഏറ്റവും സിമ്പിളായിട്ട് ഇവിടെ കൊടുത്തപ്പോൾ ഈ ഒരു റൂമിലെ എല്ലാ കോംപ്ലിക്കേഷനും മാറി എന്നുള്ളതാണ്. വലിയൊരു ഹാൾ സ്പേസ് ആണ്. ഇവിടെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രെയിം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ മേലെ സീലിങ്ങിൽ കാണാൻ പറ്റും അടിപൊളിയായിട്ടുള്ള വിനീർ കൊണ്ടുള്ള ഡിസൈൻ. അതുപോലെ ഈ ഒരു ബോർഡറുകളെല്ലാം നമ്മൾ അതുപോലെ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു വാഷ് ബേസിന് വന്നു. അതുപോലെ സ്റ്റെയറിങ് ഇങ്ങനെ ബാക്കിലൂടെ പോയി. അതുപോലെ ഈ ഒരു സൈഡിലേക്കാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഭാഗം. ലിവിങ്ങിനെ ഇവിടെ ഫ്ലൂട്ടഡ് ഗ്ലാസ്സിൽ സ്ലൈഡിങ് ഡോർ കൊടുത്തു. പക്ഷേ ഈ ഒരു ഭാഗത്ത് ആദ്യം തന്നെ എടുത്ത് പറയട്ടെ, ഈ ഒരു ഹാളുള്ള സ്പേസ് ആയതുകൊണ്ട് ഇതുപോലെ ഒരു ബേ വിൻഡോ ഉള്ള ഒരു സ്പേസിന് എങ്ങനെ അട്രാക്റ്റീവ് ആക്കാമെന്നാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഡ്രോവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ കുട്ടികളുടെ ടോയ്സും മറ്റുമൊക്കെ ഹൈഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആക്കി മാറ്റി. അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ലിവിങ് സ്പേസ്. ലിവിങ് സ്പേസിൽ നല്ല രീതിയിൽ കേർട്ടൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം റിപ്പിൾ കേർട്ടൻസ് ആണ് ചെയ്തിരിക്കുന്നത്. സീലിങ്ങിലാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള വുഡൻ വർക്ക്, അതായത് വിനീറിലാണ് ഇതിൻ്റെ ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ വരുന്ന പോർഷൻ കൊടുത്തതെങ്കിൽ അതിനെ നേരെ ഇറക്കി ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ലൂവേഴ്സിൽ ഇറക്കി നേരെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ഇവിടെ ലാമിനേറ്റ്സിൽ ചെയ്തിട്ടുണ്ട്. ബോർഡുകളായിട്ട് ഒരു ഗ്ലോസി എലമെൻറ്റും കൂടെ വന്നപ്പോൾ അടിപൊളിയായി. വലിയൊരു TV യൂണിറ്റ് ആട്ടോ. TV വരാനുണ്ട്, TV ഇപ്പോൾ വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത് യൂണിറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൂം അടിപൊളിയാണ് എന്ന് എടുത്ത് പറയണം. കാരണം ഇത്രയും ചെറിയ സ്പേസിൽ ഇതുപോലെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കോംപ്ലിക്കേഷൻ. അതിവിടെ ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഒരുപാട് ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന ഇതുപോലെ കർവ് എഡ്ജുകളാണ്. അതുപോലെ കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരായിട്ട് രാവിലെ എണീറ്റ് വരുമ്പോൾ കാല് ഹിറ്റ് ചെയ്തിട്ട് ഇഞ്ചുറി പറ്റാന്ന് പറയാറുണ്ട് ഇന്റീരിയറിൽ. അത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇവിടെ സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്ക് ഇരിക്കാനും ഇതുപോലെ കളിക്കാനോ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കാനോ ഒക്കെ ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഒരു ബെഡ് കോട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ബെഡ് കോട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അട്രാക്റ്റീവായിട്ട് ശ്രദ്ധിക്കുന്നത് ഈ ഒരു ഹെഡ് വോളാണ്. ഇത് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത്, റെക്സിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാക്സിമം നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇരുന്ന് ഇങ്ങനെ ഹിറ്റ് ചെയ്താലൊന്നും, അല്ലെങ്കിൽ ബുക്ക് വായിക്കുകയാണെങ്കിൽ മൊബൈൽ നോക്കുകയാണെങ്കിലൊന്നും ഒരു അപകടം വരാത്ത രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഒരുപാട് വുഡൻ വർക്ക് ലാമിനേറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം WPCയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ മേലെ ബീഡിങ് കാണാൻ പറ്റും. സ്ലോപ്പായിട്ടുള്ള റൂഫിൽ വരുന്ന ഡിസൈൻ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അത് നല്ല രീതിയിൽ ഇവിടെ സോൾവ് ചെയ്തു. ഈ കാണുന്നതെല്ലാം പ്ലീറ്റഡ് കർട്ടൻസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങളും ഞാനും ഏറ്റവും അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്ത, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു കാര്യം ഈ വലിയ വാർഡ്രോബാണ്. വീടുകളിൽ വാർഡ്രോബ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു വാർഡ്രോബൊക്കെ ചെയ്യും. പക്ഷേ വീട്ടുകാരുടെയും ക്ലോത്ത്സ് മാക്സിമം അതിനകത്ത് വെക്കുമ്പോൾ അത് തള്ളി തുറക്കുന്ന രീതിയിലാണ് പലപ്പോഴും കാണാറുള്ളത്. അപ്പോൾ വാർഡ്രോബിൻ്റെ സ്പേസ്, അതിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ വലിയ വാർഡ്രോബുകൾ 3 ഡോർ ഇവിടെയും 2 ഡോർ ഗ്ലാസ്സിലായിട്ട് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയ എലമെൻ്റ് ആണ്. ഈ ഒരു എലമെൻറ്റ്
മാക്സിമം നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ക്ലോത്ത്സ് വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതിനകത്ത്. അത്രയും ചെയ്തു. ഇതെല്ലാം ഡോറായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഇതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു പോർഷനിൽ ഒരു ഷെൽഫ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റീഡിങ് ഏരിയ, അതുപോലെ അതിൻ്റെ കോർണർ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ ബെഡ്റൂമുകളിലെല്ലാം നമ്മൾ ഇതേ ഒരു ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ് കോട്ടിൽ നമ്മൾ 2 സൈഡ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളായിട്ട് ഈ ഒരു സൈഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് മിററും അതിൻ്റെ കൂടെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 4 മീറ്റർ വിടുത്തും അതുപോലെ 3.5 മീറ്റർ ആയിട്ട് ഡെപ്തും ഉള്ള ഒരു റൂം. ഈ ഒരു റൂമിനെ എങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ? സിമ്പിളായിട്ടുള്ള റൂമാണ്. ഇവിടുത്തെ പാരൻസിനുള്ള റൂമായതുകൊണ്ട് നമുക്ക് ആ ഒരു കളർ സ്കീമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും സിമ്പിൾ, ലൈറ്റ്, എലഗൻറ്റ്. ഇവിടെ ഹെഡ് വാളിൽ ഒരു ഗ്രീൻ കളർ ടോൺ കൊണ്ടുവന്നു. ഈ ഒരു ബോക്സസ് ആയിട്ടുള്ള റെക്സിനിൽ വന്നപ്പോൾ ഒന്നും കൂടെ ആൾക്കാർക്ക് ഒരു ഹിറ്റ് ചെയ്യാത്ത രീതിയിൽ സേഫ്റ്റിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പാനൽ മുഴുവനായിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ബിൽറ്റിൻ ആണ്, അതായത് വോളിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ബെഡ് കോട്ട് മാത്രം നമുക്ക് മൂവ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇതിനും എഡ്ജ് കർവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലൂ കളറുള്ള പ്ലീറ്റഡ് കർട്ടൻസ് ഇവിടെ കൊടുത്തു. അതുപോലെ ഈ ഹെഡ് വാളിൽ പാരൻസ് ആകുമ്പോൾ നമുക്കറിയാം ഇതുപോലെ കണ്ണടകൾ, ബുക്കുകൾ, മരുന്നുകൾ ഇതൊക്കെ വെക്കാനുണ്ടാവും. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു ഈ ഒരു സിമ്പിളായിട്ടുള്ള ഡ്രസ്സിങ് ഏരിയയിൽ. ഈ ഡ്രസ്സിങ് കൂടാതെ ഇതിനകത്ത് വന്നിരിക്കുന്ന സീലിംഗ് വർക്ക് നോക്കും, അതിനകത്തും ഇതുപോലുള്ള വുഡൻ വർക്ക് വന്നിരിക്കുകയാണ്. വിനീറിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് വലിയ സ്ലൈഡിങ് ഡോറുള്ള വാർഡ്രോബും കൊടുത്തു. ഇതും കൂടെ ചെയ്തപ്പോൾ ഈ റൂം അടിപൊളിയായി. ഇതിനകത്തുള്ള എല്ലാ ആക്സസറീസും സൈഡ് ടേബിളും എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്ത് ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻറ്റീരിയർ പൂർണ്ണമാകണമെങ്കിൽ ഒരുപാട് സ്പേസുകൾ നമുക്ക് കവർ ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ ഇവിടെയുള്ള ആർക്കിട്രൈവുകളെല്ലാം ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സ്ട്രാ വരുന്ന സ്പേസിൽ സ്റ്റോറേജും കൂടെ കൊടുത്തപ്പോൾ ഒരു ഏരിയ അടിപൊളിയായി. ഇതുപോലെ ബ്ലാങ്ക് സ്പേസുകളൊക്കെ എപ്പോഴും നിങ്ങൾക്ക് കവർ ചെയ്ത് അത് ഡോറുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാവും. നമ്മൾ കാണാൻ പോകുന്നത് കിഡ്സ് ബെഡ്റൂമാണ്. സിമ്പിളായിട്ടുള്ള റൂമാണ്. നേരെ കയറി ഇങ്ങനെ വരാം. വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ടുള്ള പീച്ച് കളർ ടോണുള്ള ഒരു റൂം. ഈ റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഹെഡ് വാളിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫാബ്രിക് ചെയ്തു. ഇതുപോലെ ലെതർ വർക്കുകളൊക്കെ കുട്ടികൾക്ക് ഹിറ്റിങ്ങിന്, നേരത്തെ പറഞ്ഞതുപോലെ സെക്യൂരിറ്റിക്കും അവർക്ക് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഹെഡ് വാളിൽ മാത്രമല്ല, ഇതിൻ്റെ ഓരോ ഏരിയയിലും ഇവിടെ ബെഡ് കോട്ടിൻ്റെ സൈഡാണെങ്കിലൊക്കെ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് 4 സൈഡിലും അതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഏരിയയിൽ വുഡൻ വർക്കുകൾ കാണാം. അതുപോലെ തന്നെ സൈഡ് ടേബിളുകൾ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഒഴിവാക്കാം, മറ്റു റൂമുകളിലേക്ക് കൊണ്ടുപോകാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ ലൂവർ കൊടുത്തിട്ടുണ്ട്. ഇതേ കളർ ടോൺ സിംഗിൾ വിൻഡോ വന്നപ്പോൾ അത് കവർ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വലിയ വാർഡ്രോബ് കണ്ടില്ലേ, 4 ഡോറിലാണ്. അപ്പോൾ 3 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഓരോ കുട്ടികൾക്കും ഓരോ ഷെൽഫ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബാക്കി എക്സ്ട്രാ കാര്യങ്ങൾ ഇതിനകത്തും വരും. വലിയൊരു മിററും സെറ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഡോറുകളും അതുപോലെ ലൂവറൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടോ. ഇത് എക്സ്ട്രാ ഫാമിലി സിറ്റിങ്ങിലേക്കാണ് വരുന്നത്. ഫാമിലി സിറ്റിങ്ങിൽ ഒരു എൽ ഷേപ്പ് കോർണർ സോഫയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നല്ല പ്ലേറ്റഡ് കേർട്ടൻ കൊടുത്തു. എക്സ്ട്രാ എടുത്ത് പറയേണ്ടത് ഇവിടെ ഒരു യൂണിറ്റ് കൊടുത്തു. ഇനി ഫ്യൂച്ചറിൽ എങ്ങനെ TV ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കളർ ടോൺ മാച്ച് ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ വലിയ സ്പേസിൽ കിച്ചൺ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പലർക്കും ആശങ്കയുണ്ടാവും. അത് സോൾവ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കിച്ചൺ ഉള്ളത്. നമുക്ക് കാണാൻ പറ്റും ഇതിനെ ഒരു ടൈലിൻ്റെ അതേ കളർ ടോണിൽ, ഗ്രേ കളർ ടോണിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കിച്ചണിന് പലപ്പോഴും നമുക്കറിയാം ഈ ഒരു ലെവലിൽ നിർത്തുന്ന രീതി നമ്മൾ കാണാറുണ്ട്. അത് സീലിങ്ങിലേക്ക് കൊടുക്കാത്ത രീതിയിൽ. സീലിങ്ങിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ കിച്ചൺ കൗണ്ടറിൻ്റെ മേലെ പൊടിയൊക്കെ കിടന്ന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത് ഇവിടെ ഉണ്ടാവുകയും ചെയ്യില്ല. എന്നാലും ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ എങ്ങനെ തുറക്കും എന്നുള്ളതാണ്. പലപ്പോഴും പുഷ് ബട്ടൺ കൊടുത്ത് ഇതൊക്കെ സിമ്പിളായിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വീട്ടിലൊരു ലാഡർ ഇൻസൈഡിലും ഔട്ട്സൈഡിലും ഉണ്ടാകണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. ഇവിടെ തന്നെ വുഡൻ വർക്ക് വരുമ്പോൾ താഴേക്ക് വുഡൻ വർക്കും മേലേക്ക് ഇതുപോലുള്ള ക്രോക്കറി ഷെൽഫുകളൊക്കെ വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാം കൺസീൽഡ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് യൂണിറ്റുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വലിയ ഹാളിനെ ഏറ്റവും സിമ്പിളായിട്ട് കിച്ചൺ ചെയ്തു. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഡോറിൽ ഹാൻഡിൽ ഫ്രീ ആയിട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ഒന്നും ഹാൻഡിലുകൾ കാണാൻ പറ്റില്ല. പകരം ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യുന്ന രീതിക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ലാമിനേറ്റ്സിൽ തന്നെയാണ്, മൈക്ക ലാമിനേറ്റ്സിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇബ്രാഹിഖാന്റെ ഉപ്പയാണ് കൂടെ ഉള്ളത്. വർക്കൊക്കെ കഴിഞ്ഞ് ഉഷാറായി. മൂപ്പരില്ലെങ്കിലും കാര്യങ്ങളൊക്കെ വളരെ ഉഷാറായി. ഡിസൈനൊക്കെ അടിപൊളിയായിക്കണം. ഡിസൈനൊക്കെ അടിപൊളിയാണ്. റൂം എങ്ങനെയുണ്ട്? റൂമൊക്കെ ഉഷാറായിക്കണം. നമ്മള് ഫസ്റ്റ് വന്നപ്പോ സൂപ്പറാണ്. പക്ഷെ ഫസ്റ്റ് നമ്മള് വന്നപ്പോ നിങ്ങള് ഭയങ്കര ഒരു സംശയം ഉണ്ടായിന്, അതിനാവോ ശരിയാവോ അല്ലേ? ഒക്കെ തീർന്നോ? അതെല്ലാം തീർന്നു.
മൊത്തത്തിലൊരു ഉഷാറായി അല്ലേ? ഉഷാറായി. വന്നോലൊക്കെ അഭിപ്രായം പറഞ്ഞോ? നല്ല അഭിപ്രായം, നല്ല അഭിപ്രായക്കാരൊക്കെ എല്ലാവരും പറഞ്ഞു. നമ്മളെ പണിക്കാരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പണിക്കാരൊക്കെ ഉഷാറാണ്. എല്ലാം പറഞ്ഞാൽ അത് നമ്മൾ തീർത്തന്നില്ല. ഇല്ല, ഒക്കെ തീർന്നു. നമ്മള് റബിയുൽ കഴിഞ്ഞ റബിയുൽ തീർക്കണം പറഞ്ഞാണ്. അത് പക്ഷേ അപ്പൊ ഇതിനെല്ലാം പണി കഴിഞ്ഞില്ല. നമ്മളെ വർക്ക് നമ്മള് കറക്റ്റ് തീർത്തു. അത് കഴിഞ്ഞു, പക്ഷേ വർക്കേരിന്റെ പണി കഴിഞ്ഞില്ല. അതെ അതെ, എന്തായാലും മൊത്തത്തിൽ കഴിഞ്ഞ് ഇപ്പൊ കഴിഞ്ഞെല്ലാം കഴിഞ്ഞു, റാത്തായി. അൽഹംദുലില്ലാഹ്. ഇബ്രാഹിക്കയുടെ വൈഫ് ബുഷ്റാത്തയാണ് കൂടെ ഉള്ളത്. ഫുള്ള് വർക്ക് കഴിഞ്ഞു, അടിപൊളിയായി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങളൊരു ഫ്രാങ്ക് ആയിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, എനിക്ക് നല്ല ഇഷ്ടമായി എല്ലാ കബോർഡും കാര്യം. അതുവർക്ക് ആ കട്ടിലത്തെ സൈഡ് ഭാഗമൊക്കെ നല്ല റൗണ്ട് ആക്കി നല്ല ഇതായി. കാരണം ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ കൂർപ്പാവുമ്പോൾ കുട്ടികളെ മേത്തൊക്കെ തട്ടൂല, അതൊന്നുമില്ല. ഇല്ല. പിന്നെ നമ്മള് ഫസ്റ്റ് വന്നപ്പോ ഇത് ഇങ്ങനെ ആവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങോട്ട് പറഞ്ഞ എന്താ, നമുക്ക് എന്റെ അഭിപ്രായം നിങ്ങളത് മാത്രം നോക്കിയിട്ടില്ല, നിങ്ങളത് ഉള്ളത് ഒഴിവാക്കിയിട്ടില്ല. ഇത് രണ്ടും ഒരുമിച്ചാണ്. അതെ, ഇബ്രാഹിക്ക ഗൾഫിൽ നിന്ന് വിളിച്ചാണ്ട് ഒരു അഭിപ്രായം പറയും. നിങ്ങൾ ഇവിടെ വരുമ്പോ നിങ്ങളതായ അഭിപ്രായം പറയും. പിന്നെ വാപ്പാന്റെ അഭിപ്രായം നോക്കണം. എല്ലാം കൂടെ ഒന്നാക്കിയിട്ടാണ് നമ്മള് ചെയ്തത്. റൂമും കബോർഡൊക്കെ നമ്മളെ കബോർഡൊക്കെ ഇഷ്ടമായി. ഗ്ലാസ് ഒക്കെ വെച്ചതൊക്കെ അല്ല ഉഷാറായി. അത് ഒഴിവാക്കാൻ പറഞ്ഞു നിങ്ങള്. ഒഴിവാക്കാൻ പറഞ്ഞു. കാരണം നമ്മള് ഡ്രസ്സൊക്കെ മടക്കി വെക്കുമ്പോ പുറത്തൊക്കെ കാണുന്നുള്ളത് കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞത്. ഇപ്പൊ അടിപൊളിയായില്ലേ? കുട്ടികളെ റൂം എങ്ങനെയുണ്ട്? 3 വാർഡ്രോബ് നമ്മള് സെപ്പറേറ്റ് ആക്കി ചെയ്തല്ലോ. നല്ല ഇഷ്ടമായി. ഓരോരുത്തർക്ക് ഓരോ സെക്ഷനായിട്ട് പോയിട്ട് കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് ടെൻഷൻ ഇല്ല. ടെൻഷൻ ഇല്ല. ഓരോരുത്തർ ഓരോ വന്നുകാണ്ട് വലുത് വന്നിട്ട് പോകും. അവനാന്റെ തീ നിർത്തുകാണ്ട്. പിന്നെ ഈ ലിവിംഗിൽ ടിവിന്റെ ഒരു ടി വി വെച്ചില്ല, എന്നാലും അതിന്റെ ഡിസൈൻ ഒക്കെ മൊത്തത്തില് നോക്കുകയാണെങ്കിൽ എല്ലാതും സൂപ്പറായി, ഒന്നും പറയാനില്ല. പിന്നെ നമ്മളെ പണിക്കാരെങ്ങനെ ഉണ്ടായിരുന്നു? പണിക്കാർ അടിപൊളി. ഓക്കെ, നമ്മള് പറഞ്ഞ മാതിരി ഒക്കെ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോ ഇബ്രാഹിക്ക വിളിച്ചിട്ട് മൂപ്പര് വിളിച്ചപ്പോൾ ഇതേ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ മൂപ്പർക്ക് വേണ്ടി കൂടി നിങ്ങളോട് പറഞ്ഞാലേ രണ്ടാളും ഹാപ്പിയാണ്. ഒന്നും പറയാനില്ല, രണ്ടാളും ഹാപ്പിയാണ്. ഇന്റീരിയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. സ്പേസ് പ്ലാനിങ് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ ഒരു വീടിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങളുടെ വീടിൻ്റെ ഐഡിയക്ക് അനുസരിച്ചുള്ള ഒരു ഡിസൈൻ ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള വർക്കുകളൊക്കെ വരുമ്പോൾ ഒരുപാട് ചർച്ചകൾ അനിവാര്യമാണ്. ഇതെല്ലാം ചെയ്തിട്ട് നല്ല രീതിയിലൊരു പ്ലാൻ ഡിസൈൻ ചെയ്യുക, 3D ഡിസൈൻ ചെയ്യാം. അതുപോലെ തന്നെ അതിന് നല്ലൊരു ഔട്ട്പുട്ടും വരുത്താൻ ശ്രമിക്കുക. അപ്പോൾ വീട് പണിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ നമ്മളെ പേജിലുണ്ട്. അതുപോലെ ഇതുപോലുള്ള വർക്കുകൾക്ക് നമ്മൾ മലപ്പുറം ജില്ല അല്ലെങ്കിൽ കോഴിക്കോട് സറൗണ്ടിൽ നമ്മുടെ ഒരു അടുത്തുള്ള ഏരിയകളിലൊക്കെ നമ്മൾ വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.